വെൽക്കം ബാക്ക് ടു റെഡ് റോസസ്. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെഡ് റോസസ് ആണ്. മനോഹരമായ പ്രണയങ്ങളിൽ കൂടിയുള്ള ഒരു യാത്രയാണെന്ന്. ഒരുപാട് പ്രണയാനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അത്തരത്തിലുള്ള ഒരു കോളർ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 ആരാണ്? ഞാൻ രാഹുൽ. രാഹുൽ, വെൽക്കം ടു റെഡ് റോസസ്. താങ്ക് യു. ഓക്കെ രാഹുൽ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ഇപ്പൊ കോളേജിലാണ്, കോളേജിൽ വിളിക്കാണ്. അത് ശരി, അപ്പോൾ സ്റ്റുഡന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസത്തിൽ വാലന്റൈൻസ് ഡേയിൽ ഒരുപാട് പറയുവാനുണ്ടാവും രാഹുലിന്, അല്ലേ? ഓക്കെ സംസാരിക്കൂ. രാഹുലിന്റെ പ്രണയത്തെ കുറിച്ചിട്ട് പറയൂ. പ്രണയം എന്ന് പറഞ്ഞാ നമ്മളൊരു ലൈഫില് ഒരു പെൺകുട്ടിയെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആ കുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വരണവരെ അല്ലേ പ്രണയം? തീർച്ചയായിട്ടും. അല്ല, എങ്ങനെയായിരുന്നു രാഹുലിന്റെ പ്രണയം? അതിനെ കുറിച്ചിട്ട് എന്നായിരുന്നു രാഹുൽ ആദ്യമായിട്ട്, രാഹുലാണോ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത്? അത് ഞാനാണ് ഫസ്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തത്. രാഹുലിന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് കണ്ടൊരു നിമിഷം എവിടെ വെച്ചാണെന്നൊക്കെ? ആദ്യമായി കണ്ടിരുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിന്റെ ക്യാമ്പസ് ഒന്നും അല്ല, അപ്പം ജസ്റ്റ് ഇവിടെ ഒരു മരത്തിന്റെ ഇടയിൽ കുട്ടി തനിച്ചിരിക്കണതായിട്ട് ഞാൻ ആദ്യമായി കണ്ടത്. ഓ എന്റെ ദൈവം, എന്തൊരു ഓർമ്മയാണ്! ആ ഡ്രസ് വരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് അല്ലേ? അതെ, ഒരു വൈറ്റ് സ്കേർട്ടായിരുന്നു ആ കുട്ടി അന്ന് ധരിച്ചിരുന്നത്. പോരട്ടെ. അപ്പം ഞാൻ ആദ്യം കണ്ടു. നമ്മൾ ആദ്യം കണ്ടപ്പോ തന്നെ പ്രപ്പോസ് ചെയ്യല് മോശമല്ലേ? 2-3 ദിവസം ഞാനിങ്ങനെ, 2 ദിവസമല്ല 2-3 മാസം ഞാനിങ്ങനെ നടന്നു. അവസാനം കോളേജില് എലക്ഷന്റെ തലേ ദിവസം ഞാൻ പോയി ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു. അത് ശരി. അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ പ്രതികരണം? ആദ്യത്തെ പ്രതികരണം എന്ന് പറഞ്ഞാ വേറൊന്നും പറഞ്ഞില്ല, എന്താ വൈകിയെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ രാഹുലിനെ കാത്തിരിക്കുകയായിരുന്നു ആ പ്രണയിനി, അല്ലേ? അങ്ങനെയും പറയാം. അത് ശരി. എന്നിട്ടാണ് ആ ഇത്രയും ദിവസം ഗ്യാപ്പ് ഇട്ടത്? നമുക്ക് ജസ്റ്റ് ഒരു പേടി ഉണ്ടാവില്ല ഒരു പെൺകുട്ടിയുടെ ആദ്യം പോയി പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ രാഹുൽ, എന്തായാലും ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ രാഹുലിന്റെ പ്രണയിനിയുടെ പേര് പറഞ്ഞില്ല. അമൃത എന്നാണ് പേര്. അമൃത എന്ന പേര്, അമ്മു എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് അമ്മുവിനോട് രാഹുലിന് എന്താണ് പറയാനുള്ളത്? കുറച്ചുകൂടി ഫീൽ ആയിട്ട് എന്താ പറയാ, രാഹുലിന്റേതായ പ്രണയമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഈ ലോകത്തില് ഞാൻ എന്നെക്കാളും എന്റെ ജീവനേക്കാളും ഞാൻ സ്നേഹിക്കുന്നു അമ്മൂതയെ. ഐ ലവ് യു സോ മച്ച്. ഓ, എന്തായാലും ഈ ഒരു വാചകം അമ്മു കേൾക്കുകയാണെങ്കിൽ രാഹുൽ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജന്മാന്തരങ്ങളിൽ രാഹുലിന്റെ കൂടെ ഉണ്ടാവും അമ്മു. ഓക്കെ രാഹുൽ, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ നല്ലൊരു സോങ് വെച്ച് തരാം രാഹുലിന് വേണ്ടിയിട്ട്. ഓക്കെ രാഹുൽ, താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ നമ്മളെ ഇപ്പോൾ വിളിച്ചത് രാഹുലായിരുന്നു. രാഹുലിൻ്റെ അമ്മുവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു വാചകം, പ്രണയ വാചകം രാഹുൽ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ വളരെ നൊസ്റ്റാൾജിയായിട്ട്, റൊമാൻറ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മടിത്തട്ടിൽ എന്നും ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് രാഹുലിനും അമ്മുവിനും വേണ്ടിയിട്ട് ഒരു സോങ് കണ്ടിട്ട് തിരിച്ചെത്താം. വെൽക്കം ബാക്ക് ടു റെഡ് റോസസ്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേയിൽ ഒരുപാട് പ്രണയ വിശേഷങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഒത്തിരി പ്രണയം സൂക്ഷിക്കുന്നവർക്ക് ഒരുപാട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും, പല ഭാവങ്ങളിൽ വരുത്താൻ പറ്റും എന്നൊക്കെയാണ് ഒരുപാട് കേട്ടിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള പ്രണയഭാവത്തിലൂടെ ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, വെൽക്കം ടു റെഡ് റോസസ്. ആരാണ്? മീര. എവിടെ നിന്ന് വിളിക്കുന്നു? വൈക്കത്തുനിന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രണയദിനാശംസകൾ നേരുകയാണ് മീരക്കായി ആദ്യം തന്നെ. ഇനിയിപ്പോ പറയാം, എന്താണ് മീരയുടെ പ്രണയവിശേഷങ്ങൾ? ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല, മനസ്സിൽ ഇപ്പോഴും അതിങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ഈ നാട്ടുകാരൻ തന്നെയാണോ അല്ലെങ്കിൽ മറുനാടനാണോ, എങ്ങനെയാണ്? എന്താണ് മീര തുറന്നു പറയാത്തത്? അല്ല, ഇങ്ങനെ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇഷ്ടമല്ല എന്ന് പറയും എന്ന് 100% ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പില്ല, എങ്ങാനും പറഞ്ഞാലോ എന്നുള്ളൊരു പേടിയുണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ പ്രണയത്തിലായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രണയം നമ്മൾ മനസ്സിൽ കൊതിക്കുമ്പോൾ തന്നെ അതിൽ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് മീരയുടെ അഭിപ്രായത്തിൽ? എങ്ങനെയായിരിക്കണം ഒരു നല്ല കാമുകൻ? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും പറ്റില്ല. കാരണം ഒരുപാട് ഫ്രണ്ട്സിന്റെ അനുഭവങ്ങളുടെ പുറത്താണ് ഞാൻ പറയണത്. റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോഴേക്കും നമുക്കുള്ള ഇഷ്ടം ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, വളരെ ഫ്രീ ആയിരിക്കണം. അതെ, ഫ്രീ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിരിക്കണം. പിന്നെ ലവ്ലി ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം, കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലേ? അതെ, കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ എന്നെ സംബന്ധിച്ച്
ചെറിയൊരു കുഞ്ഞു വട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. ഓക്കെ, എന്തായാലും മീരയുടെ മനസ്സിലുള്ള ഇഷ്ടത്തെ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ റെഡ് റോസസിലൂടെ മീരക്ക് എന്താണ് പറയാനുള്ളത്? മീര ഇഷ്ടപ്പെടുന്ന ആളോട് റെഡ് റോസസിലൂടെ എന്താണ് പറയാനുള്ളത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ആളത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എന്തെങ്കിലും എനിക്ക് പറയാൻ എനിക്ക് ധൈര്യം വരാണെങ്കിൽ ഞാൻ പറയും. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും. എന്താ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതാണ്. ഇതുവരെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും പറഞ്ഞോളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോ തിരിച്ച് മീരയാണ് അപ്രോച്ച് ചെയ്യുക. ഒരു കാമുകൻ വന്നിട്ട് മീരയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഒരു മലയാള സിനിമയിലെ ഏത് ഒരു പ്രണയ സീനിലൂടെ ആയിരിക്കണം അങ്ങനെ ഒരു ഇഷ്ടം മീരയോട് പറയേണ്ടത് എന്ന് മീര ഇഷ്ടപ്പെടുന്നത്? അത് ഏത് സീനായിരിക്കും? എനിക്ക് അത് ഈ വന്ദനം സിനിമയ്ക്കകത്ത് ലാലേട്ടൻ പറയുന്ന പോലെ നമ്മുടെ നല്ല രസമാണ് അത് കാണാനായിട്ട്. അപ്പൊ എന്തായാലും ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു മീരയുടെ പുറകെ നടന്നിട്ട് അല്ലെ, മീര ജാം എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നിട്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. ഐ ലവ് യു എന്ന് എന്നോട് പറ. അത്രയില്ലെങ്കിലും അതുപോലെ ഇങ്ങനെയാണോ പറയുന്നൊക്കെ ചോദിച്ചിട്ടൊരു അത് തന്നെ, അതാ പറഞ്ഞേ, ഐ ലവ് യു എന്ന് എന്നോട് പറ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും മീര അത്തരത്തിൽ മീരയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള ഭാവങ്ങൾ മാത്രമേ നേരാൻ പറ്റുള്ളൂ. എന്തായാലും പ്രണയത്തിലായിരിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും മീരയ്ക്ക് അർഹതപ്പെട്ട പ്രണയം ഉടനെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ നല്ലൊരു സോങ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ് അല്ലെങ്കിൽ നല്ലൊരു റൊമാൻറ്റിക് സീൻ വെച്ച് തരാം. അതിനു മുമ്പായിട്ട് പാട്ട് പാടുമോ? എന്നാ ഒരു 2 വരി. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ താങ്കളുടെ വുഡ്ബിക്കായിട്ട് 2 വരി. ना कुछ पूछा ना कुछ मांगा तूने दिल से दिया जो दिया ना कुछ तोड़ा ना कुछ മറന്നുപോയി, കുഴപ്പമില്ല. എന്തായാലും 2 വരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് 3 വരി തന്നു. അതുകൊണ്ട് തന്നെ നോ ഇഷ്യൂ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ മീര, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ. അപ്പോൾ നമ്മളെ ഇപ്പോൾ വിളിച്ചത് മീരയായിരുന്നു. മീര ഇഷ്ടം തുറന്നു പറയാതെ മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു പ്രണയത്തിൽ. അതായത് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇഷ്ടമല്ല എന്നെങ്ങാൻ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഏറ്റവും കൂടുതൽ പേടിച്ചൊരു നിമിഷമാണ്. പക്ഷെ എന്തായാലും പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് പറയുന്നത്. മനസ്സിലുള്ള ഇഷ്ടത്തെ എന്തുകൊണ്ടെന്നാൽ എത്രയും പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും പറയാത്ത തിരിച്ചു കിട്ടാത്ത ഇഷ്ടം മനസ്സിൻ്റെ ഒരു വിങ്ങലാണ്. എന്തായാലും അടുത്തൊരു റൊമാൻറ്റിക് സോങ് അല്ലെങ്കിൽ ഒരു നല്ല സീനാണ് നമ്മുടെ മീരയ്ക്കായിട്ട് വരുന്നത്. വെൽക്കം ബാക്ക് ടു റെഡ് റോസസ്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേയിൽ ഒരുപാട് പ്രണയവിശേഷങ്ങൾ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രണയവിശേഷങ്ങളുമായിട്ട് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ആരാണ്? എന്റെ പേര് അഭിലാഷ് എന്നാണ്. അഭിലാഷ് എവിടെ നിന്ന് വിളിക്കുന്നു? എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ആലുവയിൽ നിന്ന് വിളിക്കുന്നു. ആലുവ. ഓക്കെ, അപ്പോൾ അഭിലാഷ് ആദ്യമേ തന്നെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, താങ്ക് യു. അഭിലാഷ്, എങ്ങനെയായിരുന്നു അഭിലാഷിന്റെ ഒരു പ്രണയം? പ്രണയത്തെ കുറിച്ച് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്? അത് ശരി. അതെ, എപ്പോഴും പ്രണയിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസമില്ല, പക്ഷെ ആ പ്രണയം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വാലന്റൈൻസ് ഡേ എന്ന് ഞാൻ കരുതുന്നത്. ഓക്കെ, സോ യു ആർ ഇൻ ലവ്? സീസൺ ഇല്ലാതെയുള്ള ഒരു കാര്യം മാത്രം പ്രണയം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാത്തിനും ഒരു സീസൺ ഉണ്ടാവും. ഓക്കെ, അഭിലാഷ്, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ അഭിലാഷ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി എല്ലാ ദിവസവും കാണുന്ന ഒരു പെൺകുട്ടിയാണോ, അല്ലെങ്കിൽ എന്താ പറയാ വീക്ക്ലി ആണെങ്കിലും മന്ത്ലി ഇയർലി അങ്ങനെ കാണുന്ന ഒരു കുട്ടിയാണോ? ഞാൻ എല്ലാ ദിവസവും കാണുന്ന പെൺകുട്ടിയാണ്. എല്ലാ ദിവസവും കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് ശരി. അപ്പൊ എന്തായാലും പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു. സ്വന്തം ഭാര്യയാണ് ഇപ്പോ. ഓക്കെ, എങ്ങനെയാണ് അഭിലാഷിന്റെ അഭിപ്രായത്തിൽ പ്രണയം എന്ന് പറയുന്നത് നിങ്ങളുടെ കല്യാണത്തിന് മുൻപും പിൻപും 2 തട്ടുകളിലാക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കുന്നത് എപ്പോഴാണ്? നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പ്രണയത്തിന് വേണ്ടി മാത്രം പ്രത്യേക മാസങ്ങളോ അല്ലെങ്കിൽ ഒരു അവസ്ഥയൊന്നും ഇല്ല. എപ്പോഴും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രണയം എന്ന് പറയുന്നത് അതെല്ലാ കാലത്തും നമുക്ക് അന്ന് ഇന്നും വളരെ ഒരു പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്രണയത്തിൽ. എനിക്ക് തോന്നുന്നു അഭിലാഷ ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു നിമിഷം ഇന്നും മറന്നിട്ടുണ്ടാവില്ല, എന്നും മറക്കുകയില്ല അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഞാനും കരുതുന്നു. നമുക്ക് ആ ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ? ആ ഒരു നിമിഷത്തെ ഇവിടെ റെഡ് റോസസിൽ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാലോ?
ചുമ്മാ ഒരു രസം തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ള ഞാൻ വീണ്ടും പഴയ ഡയലോഗ് പറയേണ്ടി വരും തോന്നുന്നു. എക്സാക്ട്ലി. ഒന്നുമില്ല, സിമ്പിൾ. ആ ഒരു നിമിഷത്തില് ഇപ്പോ അഭിലാഷിന്റെ വൈഫ്, പേരെന്തായിരുന്നു വൈഫിന്റെ? നിഷ. അപ്പോൾ നിഷ ഇവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിഷയുടെ മുൻപിലാണ് ഇപ്പോൾ അഭിലാഷ് നിൽക്കുന്നത്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അഭിലാഷ് പ്രപ്പോസ് ചെയ്യുവാണ്. എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്യുന്നത്? എന്തായിരിക്കും കണ്ടന്റ്? പെട്ടെന്നൊന്ന് നമുക്ക് വേണ്ടിയിട്ട്, റെഡ് റോസിന് വേണ്ടിയിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. എന്റെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും കണ്ണീരിലും എപ്പോഴും എന്റെ നേരം പോലെ എല്ലാം പകുത്തു വെക്കാനും പങ്കിട്ടെടുക്കാനും എനിക്കൊരാളെ വേണം. നിങ്ങൾക്കതാകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അത് നിനക്ക് മാത്രമേ ആകാൻ കഴിയൂ. കഴിഞ്ഞോ? ഫുൾ സ്റ്റോപ്പ് ഇട്ടോ? ഫുൾ സ്റ്റോപ്പ് ഇട്ടോ? അത് കഴിഞ്ഞതിന് ശേഷം ഒരു മെയിൻ സാധനം എത്തിയില്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു സോ മച്ച് എന്നല്ലേ പറയേണ്ടത്? എന്ന് പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമാണെന്ന്. അപ്പൊ അതിലെല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ, അഭിലാഷ് പാട്ട് പാടുവോ? പാട്ട് പാടാത്ത ആരെയും പാട്ടുകാരനും സംഗീതജ്ഞമാക്കുന്ന അല്പ സ്വല്പം ഞാനും എവിടെയെങ്കിലൊക്കെ പാടും. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഈ പ്രണയ ദിനത്തില് അഭിലാഷിന്റെ വൈഫിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് 2 വരി പാട്ടൊന്ന് പെട്ടെന്ന് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും പാടാം. പവിഴാതരം പൂ പനിനീർ പൊന്മുകുളം പൂ പവിഴം പൂ പവിഴാതരം പൂ പനിനീർ പൊന്മുകുളം പൂ കുരുശോഭയിലും നിറവും മുഖസൗരഭമോ ഇരിക്കുന്നു പവിഴം പൂ പവിഴാതരം പൂ പനിനീർ പൊന്മുകുളം പൂ. ഓക്കെ അഭിലാഷ്, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പാടി. ഓക്കെ. അപ്പൊ എന്തായാലും ഈ വാലന്റൈൻസ് ഡേ റെഡ് റോസസിലേക്ക് വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ നല്ലൊരു സോങ് പ്ലേ ചെയ്ത് തരാം. ഒരു നല്ല റൊമാൻറ്റിക് സോങ് എന്തായാലും അഭിലാഷിന്റെ നിഷയ്ക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ. അപ്പോൾ നമ്മളെ ഇപ്പോൾ വിളിച്ചത് ആലുവയിൽ നിന്നും അഭിലാഷാണ്. അഭിലാഷ് വളരെ നന്നായിട്ട് പാട്ട് പാടിയത്, മനോഹരമായിട്ട് സംസാരിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ ഒരു പ്രണയം വളരെ മനോഹരമായിരുന്നു. കാരണം ആ പറച്ചില്ല, ആ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇത്തരത്തിലുള്ള പ്രണയാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിക്കുക. ഇപ്പോൾ വിളിച്ച നമ്മുടെ അഭിലാഷ് നിഷയ്ക്ക് വേണ്ടിയിട്ട് ഹിയർ കംസ് എ ബ്യൂട്ടിഫുൾ സോങ്. റെഡ് റോസസിലൂടെ ഒരുപാട് പ്രണയവിശേഷങ്ങൾ ഇന്ന് ഈ വാലന്റൈൻസ് ഡേയിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് കോളേഴ്സ് നല്ല നല്ല പ്രണയാനുഭവങ്ങൾ പങ്കുവച്ചു. എന്തായാലും പ്രണയത്തെക്കുറിച്ച് കൂടുതൽ വാചാലനാകുമ്പോൾ ഓർമ്മ വരുന്ന ഒരു വാചകമുണ്ട്. നിൻ നീല നയനങ്ങളിൽ വിരിയുന്ന സ്വപ്നങ്ങളിൽ ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മിഴികളിൽ ഈറനണിയിക്കുന്ന എല്ലാ സ്വപ്നങ്ങളിലും നീ മാത്രമാണ് ഉള്ളത് എന്നൊരു മനോഹരമായ വാചകമാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. പലപ്പോഴും പല ഇഷ്ടങ്ങളും ഉണ്ടാകുന്നത് ഞൊടിയിടയിൽ, നിമിഷങ്ങൾക്കുള്ളിലാണ്. ഇഷ്ടമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സിലിട്ട് പെരുപ്പിച്ച് ഒരു സ്വപ്നം പോലെ എല്ലാ ദിവസവും അത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് പ്രണയത്തിലൂടെ. അവസാനം തൻ്റേതല്ല, താൻ പ്രണയിക്കുന്ന ആൾ തൻ്റേതല്ല, തന്നിൽ നിന്നും അകന്നു പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആന്തലാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഓട്ടോഗ്രാഫിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെയോ അകമ്പടിയോടുകൂടി ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു ഓർമ്മ, അതിലേക്ക് എല്ലാവരും ഇറങ്ങിച്ചെല്ലാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങൾ ആരംഭിക്കുന്നത് ക്യാമ്പസിൽ നിന്നാണ്. എല്ലാവർക്കും പറയാനുള്ള കഥയും ക്യാമ്പസിൽ നിന്നാണ്. ആ ക്യാമ്പസിലൂടെ അവളെയും കൂട്ടി പിടിച്ച് നടന്ന നിമിഷങ്ങൾ, ആ തണൽ മരങ്ങൾക്കിടയിൽ ചേർന്നിരുന്ന സ്വര പറഞ്ഞ നിമിഷങ്ങൾ, അതോടൊപ്പം ക്യാൻറ്റീനിലേക്ക് ചേക്കേറിയിട്ട് ഒരു ചായയുടെയോ അല്ലെങ്കിൽ ഒരു പരിപ്പുടെയോ കൂടെ ഇരുന്നിട്ട് പ്രണയവിശേഷങ്ങൾ പങ്കുവച്ച ആ നിമിഷങ്ങൾ, ഏറ്റവും ഒടുവിൽ വെളുത്ത പുസ്തകത്തിലെ കറുത്ത കയ്യക്ഷരങ്ങളിൽ മറക്കരുത്, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം എന്നെഴുതിയ ഒരു ഓട്ടോഗ്രാഫ്. ഇത്രയുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും പ്രണയം നമുക്ക് അന്യമായി തോന്നുകയില്ല. മനോഹരമായ ആ ഒരു കവാടത്തിലേക്ക്, കോളേജ് കവാടത്തിലേക്ക്, എന്തായാലും ഓർമ്മകൾ വേരൂടുന്ന കവാടത്തിലേക്ക് നമുക്ക് ഇന്ന് വാലന്റൈൻസ് ഡേയിൽ ഒന്നെത്തി നോക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ റെഡ് റോസസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രണയിക്കുക ഓരോ നിമിഷത്തിലും, കാരണം ജീവിതം മനോഹരമാകുന്നത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും പ്രണയിക്കുക എന്ന് ഞാൻ ഉറക്കി ഉദ്ഘോഷിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ റെഡ് റോസസിൽ നിന്ന്, ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെഡ് റോസസിൽ നിന്ന് ബൈ ബൈ പറഞ്ഞു പിരിയുന്നു. ഇറ്റ്സ് മീ സുരാജ്.